നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവിയും പ്രഭാഷകനുമായ MP അനസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായന മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രഭാഷകനും കവിയുമായ MP അനസ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കഴിക്കാൻ എന്താണോ ബുദ്ധിമുട്ട് അതേപോലെ തോന്നും. നമ്മൾ പറയുമല്ലോ, എന്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുമെങ്കിൽ വായന നിങ്ങളുടെ മനസ്സിനെ വലുതാണ്. അതിന് മനസ്സിലുണ്ടോ? മനസ്സിൽ കണ്ടോ? ഇത് മനസ്സിനെ വലുതാണെന്നാണ്. മനസ്സ് കൊള്ളാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ആകാശം മനസ്സ് കൊള്ളുന്നുണ്ടോ? ഉണ്ട്. ഭൂമി മനസ്സിൽ കൊള്ളോ? ചന്ദ്രൻ എല്ലാം മനസ്സിലിങ്ങനെ കൊള്ളും അല്ലെ? അങ്ങനെ മനസ്സിനെ വലുതാക്കി എടുക്കുന്ന ഒരു പരിപാടിയുടെ പേര് കൂടിയാണ് വായന. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള കല വായന നമ്മളെ പഠിപ്പിക്കും. നിങ്ങളുടെ നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിന്റെ കല വായന നമ്മളെ പഠിപ്പിക്കും. വെറുതെ ജീവിച്ചു പോയാൽ മതിയോ? പോരാ. നിങ്ങൾ ബഷീറിന്റെ തേന്മാവ് എന്ന കഥ പഠിച്ചിട്ടില്ലേ? കേട്ടില്ലേ? ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ വരുന്നു. അത് ആദ്യം ബഷീർ തുടങ്ങുന്നത് രണ്ടുപേരും മാമ്പഴം കൊണ്ടുവന്നിട്ട് തിന്നുന്ന കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആ മാവ് എങ്ങനെ അവിടെ ഉണ്ടായി എന്ന് പിന്നീട് ബഷീർ പറയും. വൃദ്ധനായ ഒരു മനുഷ്യൻ ക്ഷീണിതനാണ്, വീഴാൻ പോകുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. അദ്ദേഹം അവിടെയുള്ള ഒരു വീട്ടുകാരോട് വെള്ളത്തിന് ചോദിച്ചു. ആരോ അയാൾക്ക് വെള്ളം കൊണ്ടുപോകും. അവസാന നിമിഷമാണ് അദ്ദേഹത്തിന്റെ. ആ വെള്ളം കുടിക്കുന്ന അവസരത്തിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരു മാവിത്തൈ അല്ലെ, ആ മാവിത്തൈ എന്ത് ചെയ്യുന്നു? അദ്ദേഹം വെള്ളം ഒഴിച്ചു കൊടുത്തു. മരിക്കാൻ പോകുന്ന അവസരത്തിലും ഒരു മാവിൻ തൈ നട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം ബഷീർ നമുക്ക് കാണിച്ചു തരുന്നു. ആ തേന്മാവ് എന്നുള്ള കഥ വായിക്കുമ്പോഴാണ് ആ സംസ്കാരം നമുക്ക് മനസ്സിലാവുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ BM ബിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കൺവീനർ നീലാഞ്ജന വായന ദിന സന്ദേശം നൽകി. പക്ഷേ അവരുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ അവരോട് സംസാരിക്കുന്നു. വായന കൊണ്ട് എഴുതിയിട്ടുണ്ട്. 1. അറിവ്. ലോകം മുഴുവൻ നമ്മുടെ കൈവെള്ളയിൽ. 2. ഭാഷ. മലയാളം നന്നായി എഴുതാനും പറയാനും. 3. ഭാവന. നമ്മൾ കാണാത്ത ലോകങ്ങൾ പുസ്തകം കാണിച്ചു തരും. 4. സ്വഭാവ രൂപീകരണം. നല്ല പുസ്തകങ്ങൾ നമ്മളെ നല്ല മനുഷ്യരാണ്. നൊച്ചാട് SSസിലെ നമ്മുടെ ലൈബ്രറിയിൽ 5000-ലധികം പുസ്തകങ്ങളുണ്ട്. പക്ഷെ അത് ഷെൽഫിൽ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മുടെ കൈകളിലേക്ക് എത്തണം. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. മാളവിക MS നായർ, ഖദീജ എന്നിവർ പുസ്തക പരിചയം നടത്തി. തുടർന്ന് അയനാഞ്ജന, ദർശന, മുഹമ്മദ് സയ്യിദ്, ഷഹീദ് അലി എന്നിവർ കവിതാലാപനം നടത്തി. इधर जिंदगी का जनाजा उड़ेगा, इधर जिंदगी उनकी दुल्हन बनेगी, कयामत से पहले നൈന ഫാദിയ കഥാവതരണം നടത്തി. SRG കൺവീനർ VM അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റർ T ഹാജറ നന്ദി പറഞ്ഞു.
വായന മാസാചരണത്തിന്റെ ഭാഗമായി വായനാ ദിന പ്രതിജ്ഞ, അമ്മ വായന, പുസ്തക പരിചയം, വായനാക്കൂട്ടം, വായനാ കോർണർ, പത്രവായന സായാഹ്നം, പുസ്തകോത്സവം, വായനാ സദസ്സ്, ഗ്രന്ഥശാല പരിചയം, പുസ്തക പരിചയം, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.